ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പാർ ഉണ്ടാക്കണം നോക്കി നിൽക്കുകയാണെങ്കിൽ നന്ദിനി എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ തിരിയുന്ന സമയത്ത് നന്ദിനിയോട് ചോദിക്കും, എന്താ കാര്യം നോക്കി നിൽക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, അല്ല സാമ്പാർ കഷ്ണങ്ങളൊക്കെ പരിപ്പിലിട്ടു, പക്ഷെ മുളകുപൊടി മഞ്ഞപ്പൊടി ഒക്കെ എപ്പോഴാണോ ഇടുക അതൊക്കെ എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഇട്ടോളാം, കായപ്പൊടി ഇട്ടില്ലെങ്കിൽ സാമ്പാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയട്ടോ. ആണോ, അതെനിക്കറിയില്ലായിരുന്നു, എനിക്ക് തോന്നും ഇട്ടോളാം എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയൊക്കെ പഠിച്ചാവോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണേ. അതേ, ഞാൻ ട്യൂഷന് പോയിരുന്നു, ഓൺലൈൻ ട്യൂഷന്. ഇപ്പൊ ആലോചിച്ചത് ഞാനിതൊക്കെ എങ്ങനെ പഠിച്ചെന്നല്ലേ, അതാണ് പറഞ്ഞത് എന്ന് പറയട്ടോ. നന്ദിനി ഇട്ടാണ് കേട്ടോ താൻ മനസ്സിൽ വിചാരിച്ചത്. മനസ്സിലാക്കി കളഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് ഈ സമയത്ത് വിക്രത്തിനെ ചെവിക്ക് പിടിച്ച് തിരുമ്പി ഇങ്ങനെ കൊണ്ടുവരികയാണ് അകത്തേക്ക്. എന്നിട്ട് അവിടെ കൊണ്ടു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഈ കോന്തനെ കണ്ടിട്ടാണോ നീ പ്രേമിച്ചത്, എന്ത് കണ്ടിട്ടാണ് നീ ഇവനെ പ്രേമിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് വേദനയോട്. അപ്പൊ വേദമൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അച്ഛമ്മ പറയുന്നുണ്ട്, പറയടി, ഇവൻ എന്ത് കണ്ടിട്ടാണ്, ഒരു വേലയില്ല കൂലില്ല കണ്ണി കണ്ട രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തല്ലുണ്ടാക്കി നടക്കുന്നവരെ എന്ത് കണ്ടിട്ടാണ് നീ പ്രേമിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശ്രീരാമചന്ദ്രനെ സീത പ്രണയിച്ചത് കണ്ടിട്ടല്ലല്ലോ, നാളെ ദമയന്തി പ്രണയിച്ചതും കണ്ടിട്ടല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. സബാഷ്, എനിക്കിഷ്ടമായി. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി എന്തൊക്കെയോ പുരാണങ്ങളിലെ കഥയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, ശ്രീരാമചന്ദ്രൻ ബില്ലൊടിക്കുന്നത് കണ്ടിട്ട് സീതാദേവിക്ക് ഇഷ്ടമായ പോലെ ഇവൻ വല്ലവരുടെ എല്ലൊടിക്കുന്നത് കണ്ടിട്ടാണോ നീ ഇവനെ പ്രേമിച്ചതും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അച്ഛനാണെന്നുണ്ടെങ്കിൽ കമലാമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കമലാമ്മയ്ക്കാണ് അച്ഛമ്മ പറയുന്നതൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടുകൂടി കേട്ട് നിൽക്കുകയാണ്. അതിനുശേഷം സുധാകരൻ മാഷ് ഇങ്ങനെ വരുമ്പോൾ, എടാ സുധാകര, ഇവള് പറയുന്നത് കേട്ടില്ലേ, ഇവൾക്ക് പുരാണങ്ങളൊക്കെ അറിയാം, ഇനി ബാക്കിയുള്ള പുരാണങ്ങളൊക്കെ അമ്മനെ വായൊന്നും കേൾക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുധാകരൻ പോകും കേട്ടോ. അപ്പൊ പറയും, ഇവനെ സ്കൂൾ മാഷല്ലേ, ഒരു അരസികനാ, നിങ്ങൾ രണ്ടാലും ഒന്ന് ചേർന്ന് നിന്നേ, ഞാനൊന്ന് കാണട്ടെ. അപ്പൊ ഇങ്ങനെ രണ്ടുപേരും അകന്ന് നിൽക്കുമ്പോൾ, എന്തിനെങ്ങനെ അകന്ന് നിൽക്കണം, ഒന്ന് ചേർന്ന് നിൽക്ക്, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ചാനലിൽ ഒന്ന് പോസ്റ്റ് ചെയ്താലോ എന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട്. അതിനുശേഷം ഇനി അയ്യോ അച്ഛമ്മേ, സാമ്പാർ തടിച്ചു, ഞാനതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ പോകുമ്പോൾ, കണ്ടില്ലേ, ഇതാണ് പെണ്ണുങ്ങൾ, ഉത്തരവാദിത്തം കണ്ടു അവളുടെ എന്നൊക്കെ ചോദിക്കുകയാണ്. നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ ഇങ്ങോട്ട് വാ നന്ദിനി, നീ പോയി കാപ്പി ഒന്ന് ചൂടാക്കിയെന്ന് അച്ഛമ്മ പറയും. എന്നിട്ട് വിക്രത്തിനെ പിടിച്ച് അവിടെ ഇരുത്താണ്. എടാ പറയടാ, നീ എങ്ങനെ ഇതിനെ ഒപ്പിച്ചെടുത്തു എന്ന് പറയട്ടോ. അപ്പോൾ വിക്രത്തിനാണെങ്കിൽ ദേഷ്യം വരികയാണ് കേട്ടോ. വിക്ര ഒന്നും ഇല്ലാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം കമലേനെ മാഷ് വിളിക്കുകയാണ്. അപ്പോൾ കമല ഓടി വന്നിട്ട് എന്താ മാഷേന്ന് ചോദിക്കുമ്പോൾ, അതെ, ആ പെൻഷൻ ബുക്ക് എവിടെ, അത് ഞാനിവിടെ മേശയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് എടുത്തു തന്നെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് മേശയിൽ ആയ പെൻഷൻ ബുക്ക് എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നാൽ എൻ്റെ ഒരു മുന്നറിയിപ്പില്ലാതെ അമ്മ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് കമല ഇങ്ങനെ ചോദിക്കുകയാണ്. എനിക്കറിയില്ല, സാധാരണ ഞാൻ വിളിച്ചാലും വരാത്താണ്, പിന്നെ പോരെന്ന് പറയുമ്പോൾ പോരണ്ടെന്ന് പറയാനും പറ്റൂലല്ലോ, നാക്കിനില്ലാത്ത ആളാണ്, ഇനി എന്തൊക്കെയാണോ പറയാ എന്ന് കമല പറയട്ടോ. അത് തന്നെയാണ് ഞാനും പറയുന്നത്, എനിക്ക് എന്നേക്കാൾ ഇഷ്ടം നിന്നെയല്ലേ, അപ്പൊ നിനക്കൊന്ന് പറഞ്ഞു ഈ കോപ്രായങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കാൻ. എന്ത് കോപ്രായങ്ങൾ, ഈ ചാനലും ഈ റീൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ എന്തിനാ അമ്മ വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ മാഷ്ക്ക് എന്തായാലും പറയാൻ പേടിയാണല്ലോ ഇതൊക്കെ. മാഷ്ക്ക് നേരിട്ട് പറഞ്ഞൂടെ, എനിക്ക് അങ്ങനെ പേടിയല്ല, അതൊരു ബഹുമാനാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ട് ആമക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് അമ്മ, അതുകൊണ്ടുള്ളൊരു ബഹുമാനമാണ്, സ്നേഹമാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അത് തന്നെയാണ് പ്രശ്നം. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ അനിയ വേറെ എവിടെയോ എന്തൊക്കെയോ ചെയ്യുന്നു, അപ്പൊ പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും നേരം പോകാൻ വേണ്ടി അമ്മ ചെയ്യുന്നതേ ഉള്ളൂ, അതൊക്കെ നമ്മൾ ഇതിന് വേണ്ടാന്ന് വെക്കണം, അതൊക്കെ അമ്മയുടെ സന്തോഷമായിരിക്കുമല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും മാഷ്ക്ക് അമ്മനെ ഇപ്പോഴും പേടിയല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോൾ മാഷ് അമ്മ ചോരലെടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ സ്കൂൾ കുട്ടിയാവും. അതെ, പിന്നെ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാൻ. എന്ത് കാര്യമാണോ അത്, പിന്നെ നമ്മുടെ വിഷയം ആ ജോലി ഉപേക്ഷിച്ചല്ലേ, എനിക്കറിയാം. അവർ പറഞ്ഞു വിട്ടതാണോ, അവൻ അവിടെ നിന്ന് പോന്നതാണോ, മിക്ക ദിവസങ്ങളും ജോലിക്ക് പോകാറില്ലെന്നാണ് അറിഞ്ഞത്. നന്നായി. ഇനി പിന്നെ എന്താണ് അടുത്തത്, വിനായകന്റെ കാര്യം. വിനായകന്റെ ചിട്ടി പൊളിഞ്ഞ് 6 ലക്ഷം രൂപ പോയി, അതല്ലേ, അത് ഞാൻ അറിഞ്ഞു. ഇത്രയും രൂപ അവൻ മാറ്റി വെക്കാനുണ്ടെന്ന് ഇപ്പൊ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മാഷ് പോകും, പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അപ്പൊ അച്ഛമ്മ ഇങ്ങനെ വിനായകനോടും നന്ദിനിയോട് ചോദിക്കുകയാണ്, ഇവിടുത്തെ ചെലവുകളുടെ കാര്യങ്ങൾ, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല അച്ഛമ്മേ, അച്ഛനാണ് അതൊക്കെ നോക്കി നടത്തുന്നത്. അപ്പൊ സുധാകരൻ അവിടേക്ക് വരും. സുധാകര, നീയാണല്ലോ ഇവിടുത്തെ ചെലവുകൾ മുഴുവൻ നോക്കി നടത്തുന്നത്, അതുകൊണ്ട് ഇവർക്ക് ചെലവിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല, കുറച്ച് മാസം ഇവർ ചെലവ് നോക്കി നടത്താമെന്നാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ വിനായകനൊന്നും ഞെട്ടും.
അപ്പോൾ സുധാകരൻ ഇങ്ങനെ ചിരിച്ചു ഇങ്ങനെ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതൊന്നും നടക്കുന്ന കാര്യമില്ലാന്ന്. അപ്പോൾ അച്ഛനെ എനിക്ക് മുഴുവനായിട്ടൊന്നും നോക്കി നടത്താൻ പറ്റില്ല, അതിനുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല. നിന്റെ അച്ഛൻ്റെ കയ്യിലുള്ള അതിനുള്ള കാശുണ്ടായിട്ടാണോ ഈ കുടുംബം മുഴുവൻ നിന്റെ അച്ഛൻ നോക്കി നടത്തുന്നത്? അത് നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട, ഞങ്ങൾ കാശൊക്കെ കൊടുക്കുന്നുണ്ട് അച്ഛമ്മേന്ന് നന്ദിനി പറയും. എന്ത് ആഴ്ചയിൽ 350 രൂപ നിന്റെ അമ്മയുടെ കയ്യിൽ നീ വെച്ച് കൊടുക്കുന്നതാണോ ഒരു സമ്പാദ്യം? അതെ, ഇനി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കണം. പിന്നെ അമ്മണി അച്ഛമ്മ ജീവിച്ചിരിക്കുമ്പോഴേ എൻ്റെ മോനെ പറ്റിച്ച് ജീവിക്കാനേ ഒരാളും വിചാരിക്കേണ്ട, അത് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ വിനായകൻ പറഞ്ഞു, ഒരു ജോലിക്കും പോകാതിരിക്കുന്ന വിശ്വത്തിനും കുഴപ്പമില്ല, കണ്ട ആൾക്കാരൊക്കെ തിരിഞ്ഞു വരുന്ന വിക്രത്തിനും കുഴപ്പമില്ല, എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്ന എനിക്കാണ് കുഴപ്പം എന്ന് പറയാണ്. അപ്പം മറ്റുള്ളവർ ചീത്തയാണെന്ന് പറയുമ്പോൾ അവരും എന്നെപ്പോലെ ഇല്ലേന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം എന്ന് പറയാണ്. ഇനി എന്തായാലും നമുക്ക് കുറച്ച് ദോശ കഴിക്കാം. വേദ ദോശ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുതിയ മരുമോളല്ലേ, പുതിയ മരുമോളുടെ ടേസ്റ്റ് അറിഞ്ഞിട്ട് ബാക്കിയുള്ള സംസാരമൊക്കെ ആകും. നീ വാ ചായ കുടിക്കാന്ന് പറയുമ്പോഴത്തേനും വിനായകൻ അച്ഛമ്മരെ പിന്നെ കൂടെ ഓടിപ്പോകാൻ പോട്ടെ, വാ വേദ ചുട്ട ദോശയും സാമ്പാറും കഴിക്കേടി എന്ന് പറഞ്ഞിട്ട് ഓടുമ്പോൾ നന്ദിനി പിടിച്ചു നിർത്താണ്. ഇങ്ങോട്ടാണ് മനുഷ്യൻ കൂടുന്നത്, നിങ്ങൾക്ക് ആ തള്ളയോട് 4 വർത്താനം പറഞ്ഞു കൊടുത്തുകൂടെ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെ. അതെ നിന്റെ അതല്ല എന്താ പറഞ്ഞത്, ഞാൻ പിത്തക്കാളിയായിരുന്നു, എനിക്ക് കള്ളപ്പലഹാരം മേടിച്ചിരുന്നു എന്നൊക്കെ ആ തള്ള പറയുന്ന കേട്ടല്ലോ എന്നൊക്കെ പറയും. ഇനിയും തിന്നും ഞാൻ എന്നൊക്കെ പറയുകയാണെ. അതിനുശേഷം വേദ ഉണ്ടാക്കിയ ദോശയും സാമ്പാറും ചീഞ്ഞു പോട്ടെ, അത് കഴിക്കാൻ പറ്റാണ്ടായി പോട്ടെ എന്നൊക്കെ പറയും. അപ്പോഴേക്കും അച്ഛമ്മ ഇങ്ങനെ അകത്തേക്ക് വരും കേട്ടോ. 4 ദോശ ഇത്തിരി സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ആയില്ലേ എന്ന് ചോദിക്കണേ. അച്ഛമ്മ ഇരുന്നു, ഇപ്പൊ വിളമ്പാന്ന് പറയണേ. അച്ഛമ്മ വന്നിരിക്കുമ്പോൾ തന്നെ വിഷു കൂടി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ദോശ തിന്നിട്ടാവാം വിനായകൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വത്തിന് പ്ലേറ്റ് വയ്ക്കാൻ പോകുമ്പോൾ പ്ലേറ്റ് വയ്ക്കല്ലേ എന്ന് പറയുകയാണെ. ഒരാളെ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടാൻ പാടില്ല, അതുകൊണ്ട് വിശ്വം വേഗം തന്നെ എഴുന്നേക്ക് പ്ലേറ്റ് വയ്ക്കുന്നതിന് മുമ്പ് എന്ന് പറയട്ടെ. എന്താ അച്ഛമ്മ, നിന്റെ അമ്മയോട് പോയി? അമ്മ പറമ്പിൽ പോയി. എന്തിന്? പുകയില കഷായം തെളിക്കാനായിട്ട്. അപ്പൊ അമ്മേനെ ഭക്ഷണം കഴിച്ചോ? ശ്രീജ ഇല്ല, അമ്മ 11 മണിക്ക് കഴിക്കുള്ളൂ. ഉച്ചക്കത്തെ ഭക്ഷണം 3 മണിക്കും, അത് കഴിഞ്ഞിട്ട് രാത്രിക്കത്തെ ഭക്ഷണം മാത്രമേ കറക്റ്റ് സമയത്ത് കഴിക്കുള്ളൂ എന്ന് വിശ്വം പറയട്ടോ. അപ്പൊ അതൊക്കെ നിനക്ക് അറിയാം അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, അമ്മയുടെ അടുത്തേക്ക് പോ, എന്നിട്ട് അമ്മനെ സഹായിക്കും. അപ്പൊ 2 പേർക്കും നേരത്തെ വരാലോ എന്ന് പറയട്ടോ. അങ്ങനെ വിശ്വം ഇഷ്ടമില്ലാതെ അങ്ങനെ പോകുമ്പോൾ നന്ദിനിയില്ല ശ്രീജ പിന്നെ കൂടെ പോകും. ശ്രീജയെ നീ എവിടെ പോകാണ്? നീ ഇവിടെ നിൽക്ക്, നീ ഒരിക്കലും പോകണ്ട, നീ അവനെ സഹായിക്കാനല്ലേ പോകുന്നത്, അതിന്റെ ആവശ്യമില്ല എന്ന് പറയട്ടോ. അങ്ങനെ ശ്രീജനെ അവിടെ പിടിച്ചു നിർത്താണ്. അതിനുശേഷം അച്ഛമ്മയ്ക്ക് ദോശയും സാമ്പാറൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. കഴിച്ചതിന് ശേഷം അച്ഛമ്മ വേദന നോക്കിയിട്ട് പറയും, ആരടി നിന്നെ ഇങ്ങനെ സാമ്പാർ വെക്കാൻ വിളിപ്പിച്ചത് എന്ന് പറയും. അപ്പൊ നന്ദിനിക്ക് നന്ദിനി വിചാരിക്കുകയാണെ സാമ്പാർ ആകെ പൊട്ടിയാണ്, അതുകൊണ്ട് ഇപ്പൊ പണി കിട്ടും വേദിക്കുന്നു വിചാരിക്കണം. എന്നിട്ട് നിനക്ക് ആരാണ് ഇങ്ങനെ സാമ്പാർ വയ്ക്കാൻ പഠിപ്പിച്ചത്? അത് പിന്നെ ഉഴുന്നും പരിപ്പും കൂടെ വറുത്തരച്ചിട്ടൊക്കെയാണ് ഞാൻ വെച്ചത്, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് എങ്ങനെ ഈ ടേസ്റ്റ് വന്നു? അത് പിന്നെ ഞാൻ പണ്ട് പുലാവ് ഉണ്ടാക്കി കേടായപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക്, അച്ചമ്മയ്ക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന്, അമ്മണീസ് കിച്ചൺ, ഞാൻ അതിന്റെ സബ്സ്ക്രൈബറാണ് അച്ചമ്മയെന്ന് പറയട്ടോ. അപ്പോൾ ആണോ അച്ചമ്മയുടെ സാമ്പാർ നോക്കിയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത്, വെറുതെ അല്ല ഞാൻ ഉണ്ടാക്കിയ സാമ്പാറിന്റെ അതേ ടേസ്റ്റ്. അപ്പോൾ അതിന് ഇടി നീ നേരത്തെ തന്നെ അച്ഛമ്മ കയ്യിലെടുക്കാനുള്ള പണികളൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്ന് പറയട്ടോ. നീ എന്തായാലും ഇവിടെ ഇരിക്കുക, അടിപൊളി സാമ്പാറാണ്. അച്ഛമ്മയുടെ എല്ലാ പോസ്റ്റും ഞാൻ കാണാറുണ്ട്, എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനൊക്കെ എനിക്ക് വരാറുണ്ട്. ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കുറവാണ് മോളെ, അതൊക്കെ നമുക്ക് ശരിയാക്കാം, അതിനൊക്കെ ഞാൻ ചെറിയ ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം എന്നൊക്കെ വേദം ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം വിക്രാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത് ഒന്നും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ചെറിയൊരു റിഹേഴ്സൽ പോലെ നോക്കാണ് കേട്ടോ. മുടിയെന്ന് ബ്രഷ് വെച്ചിട്ട് എല്ലാവർക്കും നമസ്കാരം, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുകയാണെ. അപ്പോഴേക്കും വേദ അവിടേക്ക് വരണം. ദൈവമേ, പ്രസംഗിക്കാനും തുടങ്ങിയോ, എന്നതൊന്ന് കേൾക്കാലോ എന്ന് വിചാരിച്ചിട്ട് വേദ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതെ, പ്രിയപ്പെട്ട നാട്ടുകാരെന്ന് മാത്രം പറഞ്ഞാൽ മതിയെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഒരാളെയും പിടിക്കണ്ട, നിങ്ങൾക്ക് ഞാനുണ്ട്. നിങ്ങൾ ഏത് സമയത്ത് തന്നെ വിളിച്ചാലും വെളിപ്പുറത്ത് തന്നെ ഞാനുണ്ടാവും. പിന്നെ ഒരു കോപ്പനെയും നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയട്ടെ. അപ്പം ഏതെങ്കിലും മനസ്സിലാവും, ഓഹോ ബെസ്റ്റ് ലാംഗ്വേജ്. പിന്നെ KP Cool കമ്പനീസിന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട, അവനെ നമ്മൾ ഊട്ടനെ തന്നെ പിടിക്കും. എന്നിട്ട് അപ്പം വേറെ എന്ത് ചെയ്യാനാണ് അവ പിടിച്ചിട്ട് എന്ന് പറയുകയാണ്. അപ്പൊ അതിനുശേഷം വിക്രം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശേഷം പിന്നെ ബ്രഷ് ഇങ്ങനെ വലിച്ചെറിയൂട്ടോ. ഇതൊന്നും ശരിയാവുന്ന മട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബ്രഷ് ഇങ്ങനെ വലിച്ചെറിഞ്ഞതിന് ശേഷം ഇങ്ങനെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് താൻ പ്രസംഗിക്കുന്നതൊക്കെ വേദം കണ്ടു നിൽക്കണമെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ചമ്മി നിൽക്കുന്ന വിക്രത്തിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.